ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വീട്ടിലെങ്ങനെ സിമ്പിളായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാമെന്നാണ്. കണ്ടുനോക്കിയാലോ? ബാ. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമ്പഴം പറക്കലാണ്. ഇപ്പോൾ ഒരു കാറ്റ് വീശിയുണ്ടായിരുന്നു, കുറേ മാമ്പഴം വീണിട്ട് തോന്നണം. ഒരു മാമ്പഴം കിട്ടി. നല്ലതെന്ന് തോന്നുന്നു. നല്ല ഫ്രഷ് മാമ്പഴം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ആ കാറ്റ് വീശുകൊണ്ട് കിട്ടിയതാണ്. കുറേ മാമ്പഴം ഇപ്പോഴും വീണുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി ഈ മാമ്പഴം കഴുകിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ അമ്മും അമ്മയും കൂടി മാങ്ങ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാമ്പഴം തൊലി കളഞ്ഞ് സുന്ദര കുട്ടപ്പാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത് നോക്കാം. വളരെ എളുപ്പത്തിൽ വെറും 3 സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചേർക്കുന്നുള്ളൂ. ആദ്യത്തേത് ഫ്രഷ് ക്രീം, പിന്നെ പാൽപ്പൊടി, പിന്നെ അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡ്. നെസ്ലയുടെ മിൽക്ക് മെയ്ഡാണ്. അതാണ് കുറച്ചുകൂടിയും കൊഴുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഈ മാമ്പഴം ഒന്ന് മിക്സിയിലടിച്ച് ക്രീം പരുവത്തിലാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴം ഉഷാറായിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള സാധനങ്ങൾ ഇതിലാക്കി മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് മിൽക്ക് മെയ്ഡ് കാര്യങ്ങളാണ് ഇതിലേറ്റവും മെയിനായിട്ടുള്ള ഐറ്റം. അടുത്ത നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യും. ഇത് നമ്മുടെ ഫസ്റ്റ് ട്രൈ ആണ്. സക്സസ് ആവോ ഇല്ലയോ എന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കൊഴുപ്പ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാൽപ്പൊടി കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വാവ്, ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമുക്ക് ഇനി ഇത് ഒരു ഐസ്ക്രീം ബോക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഫ്രീസറിലേക്ക് വെക്കാം. ഏകദേശം ഒരു 8 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് ഐസ്ക്രീമായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഗായ്സ്, നമ്മുടെ ഐസ്ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ബൈ.